കമ്പ്യൂട്ടറിലെ ആ റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല തെറ്റുകളെല്ലാം ഒറ്റയടിക്ക് മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ സ്രോതസ്സുകളിലൂടെ നടത്തുന്ന അന്വേഷണം കൃത്യമായി ഈയൊരു ആശയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ള ദൈവകരുണയുടെ തിരുനാൾ എന്ന പുസ്തകം പറയുന്നത് ആ ഒരു ബട്ടൺ ശരിക്കുമുണ്ടെന്നാണ്. ശരിയാണ്. അതായത് ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും വലിയ വിശുദ്ധനാകാൻ അവകാശമെന്ന തീർത്തും വിപ്ലവകരമായൊരു ചിന്തയാണ് അതിലുള്ളത്. വാവ്, അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതെ, സത്യത്തിൽ അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ആകർഷണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുതു ഞായറാഴ്ച ഈ തിരുനാളിന് ഔദ്യോഗിക അംഗീകാരം നൽകിയിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ആ ദിവസം തന്നെ. പക്ഷേ ആ ചരിത്രത്തെക്കാൾ ഉപരി ഡയറി മുന്നോട്ടു വയ്ക്കുന്ന സ്വർഗത്തിൽ നിന്നുള്ള കൃപയുടെ വിസ്ഫോടനം, അതായത് ആ എക്സ്പ്ലോഷൻ ഓഫ് ഗ്രേസ് ആണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. കൃപയുടെ വിസ്ഫോടനം കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഊർജം തോന്നുന്നുണ്ട്. പാപങ്ങളുടെയും ശിക്ഷകളുടെയും പൂർണ്ണമായ വിമുക്തി നൽകുന്ന ജീവിതത്തിന്റെ ഉറവ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഉറവ് തന്നെയാണത്. പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ വലിയ വാഗ്ദാനം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമുള്ളതാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്താ പറയാ, ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് പോലെ. ഇല്ല, ഒരിക്കലുമില്ല. അവിടെയാണ് യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഈ കരുണയുടെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതി മതഭേദമന്യേ പശ്ചാത്തപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ കരുണ ലഭ്യമാണ്. അതായത് ഒരു മനുഷ്യനെയും മാറ്റി നിർത്താത്തൊരു സ്നേഹം. അതെ, നിരുപാധികമായ സ്നേഹം. ഈ വിസ്ഫോടനം ആരെയും മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ, ഈ വിസ്ഫോടനം ഇത്രയും വലുതാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക? ഈ പുസ്തകത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മണി നേരത്തുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൃത്യം 3 മണിക്ക് ഇത്ര പ്രാധാന്യം? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതായത് ഉച്ചതിരിഞ്ഞ് 3 മണി എന്നത് കുരിശിൽ ഈശോ മരിച്ച സമയമാണ്. ആ സമയത്താണ് ലോകം മുഴുവനുമുള്ള മനുഷ്യർക്കായി കരുണയുടെ വാതിലുകൾ തുറക്കപ്പെട്ടത്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ വാതിലുകൾ മലർക്ക് തുറക്കപ്പെട്ടത് എന്നാണ് ഡയറി പറയുന്നത്. അതുകൊണ്ടാണ് മരണാസന്നർക്കും കഠിനപാപികൾക്കും ആ സമയത്ത് ലഭിക്കുന്ന സഹായം ഇത്രയും അത്ഭുതകരമാകുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പുസ്തകത്തിൽ പറയുന്ന പോളണ്ടിലെ ആ മത്തായിയുടെ ഉദാഹരണമാണ്. അല്ലേ, മത്തായിയുടെ ഉദാഹരണം ഈ ആശയത്തോട് കൃത്യമായി ചേർത്ത് വായിക്കാവുന്ന ഒന്നാണത്, അല്ലേ? ശരിയാണ്. മത്തായിയുടെ കഥ വെറുമൊരു അത്ഭുതമല്ല. തികച്ചും പാപകരമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പൂർണ്ണമായ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരാൾ. അതെ, എന്നിട്ട് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അപ്രതീക്ഷിതമായ ഒരു ആത്മീയ ഇടപെടലിലൂടെയാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. ശരിക്കും അത്ഭുതം തന്നെ. ഇതിനെയാണ് പുസ്തകം പ്രവർത്തന കൃപകളുടെ അല്ലെങ്കിൽ ആക്ച്വൽ ഗ്രേസസ് എന്ന് വിളിക്കുന്നത്. ഈ ആക്ച്വൽ ഗ്രേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ വീണുപോകാൻ പോകുന്ന സമയത്ത് ദൈവം പെട്ടെന്ന് തരുന്ന ഒരു തള്ളൽ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതുതന്നെ. സ്ഥിരമായി നമ്മളിലുള്ള കൃപയല്ല, മറിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആ നിർണായക നിമിഷത്തിൽ നമ്മെ രക്ഷിക്കാനായി പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ദൈവിക സഹായമാണത്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കൃപകൾ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നൊരു കാര്യത്തോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. എന്താണത്? അതായത്, എന്റെ കരുണയിൽ ശരണപ്പെട്ടാൽ മാത്രം മതിയെന്ന് ഈശോ പറയുന്നതായി ഡയറിയിലുണ്ട്. ഇത് കേൾക്കാൻ വളരെ ലളിതമാണ്. ശരിയാണ്. എന്നാൽ ഒരു വചനത്ത് വെറുതെ വിശ്വസിച്ചാൽ മതി എന്ന് പറയുകയും മറുവശത്ത് കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളിലൂടെ നിർബന്ധമായും ഒരുങ്ങണം എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമല്ലേ? വളരെ നല്ലൊരു ചോദ്യമാണത്. വെറുതെ അങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്നൊരു തോന്നൽ വരില്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായി തോന്നാം. പക്ഷെ മനഃശാസ്ത്രപരമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പറയൂ. ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചുമ്മാ പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ സ്വന്തം ഈഗോയെയും അഹങ്കാരത്തെയും മാറ്റിവെച്ച് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ കരുണയിലേക്ക് സ്വയം എറിഞ്ഞുകൊടുക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ വലിയ പാടാണ്. കൃത്യം. ആ യഥാർത്ഥ ശരണപ്പെടലിന്റെ പ്രായോഗികമായ വഴികളാണ് കുമ്പസാരവും കുർബാനയും. അല്ലാതെ അതൊരു ടാസ്ക് ലിസ്റ്റ് അല്ല. അപ്പോൾ സ്വന്തം അഹങ്കാരത്തെ ഇല്ലാതാക്കി ആ സമുദ്രത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലാനുള്ള ഒരുക്കമാണത്. അതെ,
മനുഷ്യരാശിക്ക് സമാധാനം കണ്ടെത്താനുള്ള വ്യക്തമായ വഴിയും അതുതന്നെയാണ്. ആ വലിയ കരുണയെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്. ദൈവത്തിന്റെ അനന്തമായ കരുണയെക്കുറിച്ച് നമ്മളിന്ന് നടത്തിയ ഈ അന്വേഷണം വെറുമൊരു വായനയിൽ ഒതുങ്ങേണ്ടതല്ല. ആ മാജിക് റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കാൻ നമ്മുടെ ഈഗോ നമ്മൾ മാറ്റിവെക്കണം. തീർച്ചയായും നമ്മൾ ആ കരുണയിലേക്ക് സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായൊരു കാര്യം ഞാൻ ചോദിക്കാം. ചോദിക്കോ. യാതൊരു മുൻവിധികളുമില്ലാതെ നമ്മുടെ ഏറ്റവും വലിയ തെറ്റുകൾ പോലും ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഈ അനന്തമായ ദൈവകരുണയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. അതെ, വലിയൊരു ആശയമാണത്. ആ കരുണയുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരസ്പരം കാണിച്ചിരുന്നെങ്കിൽ, ആ റീസെറ്റ് ബട്ടൺ നമ്മുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഉള്ള പിണക്കങ്ങൾ മാറ്റാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ, നമ്മുടെ മനുഷ്യബന്ധങ്ങൾ എത്രത്തോളം മനോഹരമായി മാറുമായിരുന്നു. അത് ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടു നൽകുന്നു. വീണ്ടും കാണാം.